ായാലും മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും അവിടെയൊക്കെ അധികാരങ്ങൾ പരമാവധി വെട്ടിച്ചുരുക്കാനാണ് സർക്കാർ ശ്രമിച്ചത്, ഫണ്ട് ചുരുക്കാനാണ് ശ്രമിച്ചത്. ഒരു വർഷം 2000-ലധികം കോടി രൂപയുടെ ഫണ്ട് കട്ടിംഗാണ് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ ശ്രമിച്ച കേരളം അതിന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായത്. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ കൂടുതൽ ശക്തിയായി വികസനവും ക്ഷേമപ്രവർത്തനവും നടത്തുക എന്നുള്ള UDFൻ്റെ വാഗ്ദാനം ജനങ്ങൾ സ്വീകരിക്കും. പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങൾ മടുത്തിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരിനെ. ആ മടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതല്ലേ? എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ CPM രംഗത്ത് വരും. അത് CPMൻ്റെ ഭാഷ. ഏത് കാര്യത്തിലും സംശയമുണ്ട്. കോൺഗ്രസും UDFും വളരെ ദിശാബോധത്തോട് നീങ്ങുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുകയാണ്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോ ദിവസവും. എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്തു? നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കണ്ട എത്ര പേരാണ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരിച്ചത്? നമ്പർ 1 കേരളം എന്ന് ദുബായി പോയി പ്രസംഗിക്കുമ്പം ഇവിടെ ആൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആശുപത്രിയുടെ അനാസ്ഥ. നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത് PM ശ്രീ വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. ഇവിടെ നടക്കുന്ന എന്താണ്? മോഡി ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ നടപ്പിലാക്കാനുള്ള തിടുക്കമാണ് പിണറായി വിജയനുള്ളത്. അത് വിധേയത്വത്തിൻ്റെ സ്വഭാവമാണ്. ശരിയായ വിധേയനായിട്ട് മോഡിക്ക് മുന്നിൽ വിധേയനായി നിന്നുകൊണ്ട് ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നയങ്ങളും നടപ്പിലാക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ. ഇപ്പോൾ ക്ലിയർ നമുക്ക് എവിടെയും കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും BJPക്ക് കാൻഡിഡേറ്റ് ഇല്ല. അപ്പോൾ ഈ കൃത്യമായിട്ടും കേന്ദ്രത്തുമായിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പരാജയം മനസ്സിലാക്കിയപ്പോൾ അവർ പല വിഷയങ്ങളും മാറ്റാൻ ശ്രമം നടത്തും. അതിജീവിതക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളാണ്. പാർട്ടി ഇടപെടേണ്ടത്. അല്ല, പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 4-ാമത്തെ ദിവസം എന്നോട് ചോദിക്കുന്നു ഇതേ ചോദ്യം. എന്നോട് ചോദിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ഞാൻ പ്രതികരിച്ചൊരു വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്? അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു കാര്യവും ചർച്ച ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. മറ്റേതൊരു പാർട്ടിയേക്കാളും നിലപാടില്ല. ഇല്ല രണ്ടഭിപ്രായമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനൊരു വ്യത്യാസവും ഇല്ല. അല്ല, ഇതിനപ്പുറം വേറെ ഒന്നുമില്ല ചോദിക്കാൻ. നാഷണൽ ഹെറാൾഡ് കേസ് അതിപ്പോൾ എന്താ പ്രശ്നം? കാരണം നിങ്ങളിത് ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ്. അവരെത്ര കേസ് എടുത്താലും ഞങ്ങൾക്ക് ചുക്കില്ല. രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്ത് കളഞ്ഞല്ലോ കേസിൻ്റെ പേരിൽ. ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കളഞ്ഞല്ലോ. ഇപ്പോൾ EDയെ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CBI ഒരു ഭാഗത്ത്, ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത്. ഇപ്പോൾ SIR എക്സസൈസ് നിങ്ങൾ എന്തുകൊണ്ടും ചർച്ചയാവാത്തത്? സത്യത്തിൽ ആളുകളുടെ വോട്ട് മാറ്റാനുള്ളൊരു എക്സസൈസാണ് SIR, ആളുകളുടെ വോട്ട് ശുദ്ധീകരിക്കാനല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.